ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഓസം ലൈഫ്. നമ്മൾ കഴിഞ്ഞ ഒരു 10-16 ദിവസമായിട്ട് എൻഗേജ്ഡ് ആയിരുന്നു. എല്ലാവരും കണ്ടു കാണുമല്ലോ, ചൂരൽമല മുണ്ടക്കായി ഉണ്ടായ ഉരുൾപൊട്ടലിൻ്റെ നാശനഷ്ടങ്ങളും അതിൻ്റെ റെസ്ക്യൂ സർവീസും ഒക്കെ ആയിരുന്നു. അപ്പം അതിൻ്റെ 3 വർഷം 4 വർഷം മുമ്പ് ഞാനെടുത്ത വീഡിയോസ് ഒരുപാട് ആളുകൾ, വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ, മലയാളികളും തമിഴും തെലുങ്കും കന്നഡയൊക്കെ ആയിട്ടുള്ള ഒരുപാട് ആളുകൾ കാണുകയും അവർ റിക്വസ്റ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അന്നത്തെ ആ മനോഹാരിത ആ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും. അതിപ്പം ഏതൊരു സ്റ്റേജിലാണ് ഇരിക്കുന്നത്, എന്താണ് അവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ ആളുകൾ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. അതോടൊപ്പം തന്നെ ആ സെയിം സ്ഥലങ്ങളൊന്നുകൂടെ അവർക്ക് കാണാൻ ആഗ്രഹമുണ്ട്. ഇപ്പം എങ്ങനെയാണ് അതിൻ്റെ ഒരു സിറ്റുവേഷൻ, അതൊന്ന് റീക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചിരുന്നു. അങ്ങനെ ആ ഒരു റിക്വസ്റ്റ് കൊണ്ട് നമ്മൾ ഇന്ന് ചൂരൽമല പോയിട്ട്, എനിക്ക് അങ്ങോട്ടേക്ക് എത്താൻ പറ്റുമോ എന്നറിയില്ല, കാരണം ഇപ്പോഴും പോലീസും ഫയർഫോഴ്സും ഒക്കെ സജീവമായിട്ട് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ പോലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന കാര്യം, നിങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ഓസം ലൈഫിൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി, പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് ചൂരൽമലയ്ക്ക് പോവുകയാണ്. പോകുന്ന വഴിക്കുള്ള കുറച്ച് വീഡിയോസും കുറച്ച് കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം. കാരണം ഇൻ ഫ്യൂച്ചറിൽ നമ്മൾ അഫക്റ്റ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും അതോടൊപ്പം തന്നെ കുറച്ച് ഡേഞ്ചർ സിറ്റുവേഷനൊക്കെ ഉണ്ട്. നമുക്കതെല്ലാം കണ്ടുകൊണ്ട് ചൂരൽമല പോവാം. ഐ ഹോപ്പ് ചൂരൽമലയത്തെ കുറച്ച് വിഷ്വൽസ്, ഇപ്പോൾ ഉള്ള ആ ഒരു സങ്കടകരമായ വിഷ്വൽസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പറ്റും തോന്നുന്നു. സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ജേർണി. അതിനു മുമ്പായിട്ട് അവിടെ മരിച്ചുപോയ എല്ലാവർക്കും മനസ്സുകൊണ്ട് ഒരു പ്രണാമം അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യാം. ഇറ്റ്സ് മീ ഏഞ്ചൽ മോഹൻ, ഓസം ലൈഫ്. ഏകദേശം ഞാൻ താമസിക്കുന്ന മേപ്പാടിയിൽ നിന്നും 13 കിലോമീറ്റർ പോയെങ്കിൽ മാത്രമേ നമ്മൾ ഈ പറഞ്ഞ ചൂരൽമല എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് എത്തുകയുള്ളൂ. ചൂരൽമലയിൽ നിന്നും പിന്നീട് 2 കിലോമീറ്റർ പോകണം മുണ്ടക്കായ്ക്ക്. വ്യൂ പോയിൻറ്റുകളും അരുവികളും വെള്ളച്ചാട്ടങ്ങളും നിറയുന്ന തനി മലയോര ഗ്രാമം കേരളത്തിൻ്റെ വിനോദസഞ്ചാര ഭൂപടത്തിൽ ഇടം പിടിക്കാൻ ഒരുങ്ങുകയാണ് ഞങ്ങളുടെ ഈ കൊച്ചു വയനാട്. വയനാടിൻ്റെ ആ യാത്രയിൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ വിസിറ്റ് ചെയ്ത സ്ഥലമാണ് 900 കണ്ടിയും ചൂരൽമലയും ഒക്കെ. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് 5 റോഡ് എന്നാണ് ഞങ്ങൾ വിളിക്കാറ്. ഇപ്പോൾ അത് ബോച്ചയുടെ 1000 ഏക്കർ ജംഗ്ഷൻ എന്നായി. അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് വന്നാൽ ഒരു പാലമുണ്ട്. ആ പാലത്തിൽ നിന്ന് കാണുന്ന വേറൊരു പാലത്തിൻ്റെ വിഷ്വലാണ്. ഇപ്പോൾ ബെയിലി പാലമൊക്കെ ഭയങ്കര ഫേമസ് ആയി പോയല്ലോ. അത് ആർക്കും അധികം അങ്ങനെ അറിയില്ലായിരുന്നു. ഇപ്പം അത് വളരെയധികം ഫേമസ് ആയി. ആ ഒരു ബെയിലി പാലത്തിൻ്റെ ഒരു ഓൾഡ് വേർഷനാണ് ഈ കാണുന്നത്. ഇതൊരു ബ്രിട്ടീഷ് പാലമാണ്. ഇപ്പോൾ അത് ഉപയോഗശൂന്യമാണ്. പുതിയ പാലം വന്നതുകൊണ്ട് തന്നെ ആ പാലത്തിലൂടെയാണ് വാഹനങ്ങളൊക്കെ ഇപ്പോൾ കടന്നു പോകുന്നത്. നമ്മൾ മുൻപിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു പുതുമയുടെ സ്ട്രക്ചർ, ബിൽഡിംഗ് ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേതാണ് ബ്രാൻഡ് കാര്യങ്ങളൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ കാണുന്നത് കണ്ടോ, ഈ കാലുകൾ ഉറപ്പിച്ചിരിക്കുന്നത് ഈ കുന്നിൻ ചെരുവുകളിൽ പൈൽ ചെയ്ത് അതിനകത്ത് സിമൻറ്റ് നിറച്ച് അതിൻ്റെ മുകളിൽ ഇരുമ്പിൻ്റെ കാലുകൾ ഉറപ്പിച്ച് പ്ലാറ്റ്ഫോം ഉണ്ടാക്കി അതിൻ്റെ മുകളിലാണ് ഈ ഒരു ഭംഗിയുള്ള ബബിൾ ഹൗസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ബബിൾ ഹൗസിൻ്റെ താഴെയായിട്ട് കുറച്ച് ബിൽഡിംഗ് കാണാം. സ്കൂളായിരുന്നു പണ്ടത്തെ, ഇപ്പോൾ അത് മറ്റെന്തോ ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ കുറച്ച് ആളുകളുടെ വീടുണ്ട്, താഴെ കുറച്ച് കടകളുണ്ട്. വാഹനങ്ങൾ ഈ പാലത്തിലൂടെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ചൂരൽമലയിലേക്ക് പോകുന്ന റോഡാണ്. അതിൻ്റെ സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ, ആ പാലത്തിൻ്റെ അടിയിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കുത്തിയൊലിച്ച് പോകുന്ന പുഴ കാണാം. അതിനകത്ത് വലിയ വലിയ ഉരുണ്ട കല്ലുകൾ കാണാം. ഈ കല്ലുകളൊക്കെ എപ്പോഴൊക്കെയോ ഉരുൾപൊട്ടലിൽ ഒഴുകി വന്ന കല്ലുകളാണെന്ന് നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും. ആ പുഴകളിൽ കാല് കൊടുത്തുകൊണ്ട് ഒരു വലിയൊരു പാർക്ക് പോലെ എന്തൊക്കെയോ കൺസ്ട്രക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാം. ഒരു മലയോര മേഖലയിലെ ടൂറിസം ബേസ് ചെയ്ത് ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അതൊക്കെ നമുക്ക് അക്സെപ്റ്റബിളാണ്. പക്ഷേ ഇത്രയും ഡിസാസ്റ്റർ നടക്കുന്ന ഒരു സമയത്ത് നമുക്ക് കുറച്ചെങ്കിലും കണ്ണുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മനസ്സുണ്ടെങ്കിൽ, ലോജിക്കുണ്ടെങ്കിൽ അറിയാൻ സാധിക്കും, നമ്മൾ ഉണ്ടാക്കുന്ന ദുരന്തങ്ങൾ എപ്പോഴും നമ്മുടെ ചെയ്തികൾ കൊണ്ട് തന്നെയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇതൊരു ജെയിൻ്റ് സ്വിംഗ് ആണ്. ഒരു കുന്നിൻ്റെ മുകളിലാണ് അത് സിറ്റുവേറ്റ് ചെയ്യുന്നത്.
അതിൻ്റെ കാലുകൾ ഉറപ്പിച്ചിരിക്കുന്നത് എത്രത്തോളം താഴ്ചയിലായിരിക്കും എന്ന് ആലോചിച്ച് നോക്കൂ. ഈ പൈൽ ചെയ്യുന്ന ഈ ഒരു ഗ്യാപ്പിലൂടെയാണ് ഈ ഭൂമിക്കടിയിലേക്ക് വെള്ളം താഴ്ന്നു പോകുന്നത്. നല്ല മഴ പെയ്യുന്നുണ്ട് ഇപ്പോഴും. ഈ കാലുകളുടെ ഗ്യാപ്പ്, ആ ഒരു പൈലിംഗ് ഗ്യാപ്പുകളിലേക്ക് വെള്ളം തിങ്ങിയിറങ്ങി നല്ല അളവിൽ കൂടുതൽ മഴ പെയ്യുന്ന സമയത്ത് അതൊരു വാട്ടർ ബ്ലാസ്റ്റിംഗ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും. അതാണ് ഉരുൾപൊട്ടലിൻ്റെ ഒക്കെ സ്റ്റാർട്ടിങ്. പോകുന്ന വഴിക്ക് മണ്ണ് ഒലിച്ച് പാറയോടുകൂടി റോഡിലേക്ക് വന്ന് കിടക്കുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാം. അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, അപകടമാണ്, സൂക്ഷിച്ച് പോവുക എന്നുള്ളത്. അത് ചെറിയ പാറകളൊന്നും അല്ല കേട്ടോ. നിങ്ങൾ നോക്കിയേ, ഒരു ബസ്സോ ലോറിയോ ഒക്കെ നിഷ്പ്രയാസം തകർക്കാൻ പറ്റുന്ന വലിപ്പമുള്ള പാറകളാണ്. ഇതൊക്കെ ഈ ചൂരൽമല പോകുന്ന റോഡിൽ ഈ അടുത്ത് സംഭവിച്ച കാര്യങ്ങളാണ്. നമ്മളങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ഇവിടെയുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു തട്ടുകടയാണ്. അതൊന്ന് ആളൊഴിഞ്ഞ് ഇന്ന് ആരുമില്ലാതെ കിടക്കുകയാണ് ഈ ഒരു ദുരന്തം കാരണം. അവിടെ ഒരു 4 പേരുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്നും 900 കണ്ടിയിലേക്ക് ജീപ്പ് ഡ്രൈവ് ചെയ്ത് ടൂറിസ്റ്റുകളെ കൊണ്ടുപോരുന്ന 4 പേരായിരുന്നു ചൂരൽമല ദുരന്തത്തിൽ മരണപ്പെട്ടു. എന്തൊരു കഷ്ടമല്ലേ. ഒരു 6 മാസം മുൻപ് അല്ലെങ്കിൽ 4 മാസം മുമ്പ് ഒരുപാട് ആളുകൾ വന്ന് എൻജോയ് ചെയ്തു പോയ സ്ഥലമാണ് നമ്മുടെ ഈ ചൂരൽമല. വന്യജീവി വകുപ്പിൻ്റെ ഒക്കെ ഒരു കോഷൻ അവിടെ കാണാം. അതുപോലെ തന്നെ 900 കണ്ടി ഗ്ലാസ് ബ്രിഡ്ജ് ഇവിടെ നിന്ന് അറൗണ്ട് 1 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. മീനാക്ഷി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെയുള്ള കടകളൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. ശനി ഞായർ ദിവസങ്ങളിലുണ്ടല്ലോ, ഈ റോഡിലൂടെ ഒന്നും നമുക്ക് സഞ്ചരിക്കാൻ പറ്റില്ല, അത്രത്തോളം തിരക്കായിരിക്കും. ഇത് 900 കണ്ടിയിലെ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അവിടെ ആ ഒരു ഏരിയയിലെ അമ്യൂണിറ്റീസാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ. ഇവിടെ വരുന്ന ആളുകൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ഈ ഡിസാസ്റ്ററിൻ്റെ ഇടയ്ക്ക് അതും കൂടെ ഓർമ്മിപ്പിക്കട്ടെ. ഇതെല്ലാം ഈ ഏരിയയിലെല്ലാം വർക്ക് ചെയ്ത് സ്വന്തം കുടുംബം പുലർത്തുന്ന ഒരുപാട് ആളുകളുണ്ട് വയനാട്ടിൽ. അപ്പോൾ നമ്മുടെ ഈ ഒരു യാത്ര അവർക്കും കൂടെ യൂസ്ഫുൾ ആകട്ടെ. ദ സ്കൈ പാർക്ക് എന്നാണ് 900 കണ്ടി, ആ 900 കണ്ടിയുടെ മുകളിലുള്ള ഓഫ് റോഡ് ജീപ്പ് കഴിഞ്ഞ് ടോപ്പിൽ കയറി ചെല്ലുമ്പോൾ അവിടെ എത്തുന്ന ഡെസ്റ്റിനേഷനിലുള്ള അമ്യൂണിറ്റീസാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇത് പോകുന്ന വഴിക്ക് പുതിയ സ്ട്രക്ചറും കൺസ്ട്രക്ഷനൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. നോക്കൂ, ആ പോകുന്ന റോഡ് എങ്ങോട്ടാണെന്ന് തന്നെ എനിക്കറിയുന്നില്ല. മലമുകളിലേക്കാണ് വെട്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ചാല് പോലെയുള്ളത് ചെറിയൊരു നീർച്ചാലാണ്. അത് ഇതുപോലെ പല സമയത്തും ഉരുളുപൊട്ടി അല്ലെങ്കിൽ ചെറിയ മണ്ണൊലിപ്പ് ഒക്കെ നടന്ന് ഉണ്ടായി വന്നൊരു നീർച്ചാലാണ്. അതൊക്കെ ക്രോസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്നത്. കുറേയൊക്കെ നമുക്ക് പറയാം, നമ്മൾ നേരിടുന്ന ഫേസ് ചെയ്യുന്ന ഈ പ്രശ്നങ്ങൾ ഒരു ഹ്യൂമൻ മെയ്ഡ് തന്നെയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. 2 ഭാഗത്തും മരങ്ങളും ചെറിയ കുന്നുകളും ഒക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതൊക്കെയാണ് 900 കണ്ടിയുടെ പാർക്കിംഗ്. ഇന്നത് ആരുമില്ലാതെ ഒഴിഞ്ഞു കിടക്കുന്നൊരവസ്ഥയിലാണ്. ഇങ്ങോട്ടേക്കൊന്നും ആളുകളെ വിടുന്നില്ല കേട്ടോ. കാരണം പോലീസുകാർ ശരിക്കും ഐഡൻറ്റിറ്റി ചെക്ക് ചെയ്ത് ഈ പ്രദേശവാസികളെ മാത്രമേ ഇപ്പം കറണ്ടായിട്ട് ഇങ്ങോട്ടേക്ക് കടത്തി വിടുന്നുള്ളൂ. അത് നല്ലതാണ്. കാരണം ഡിസാസ്റ്റർ ടൂറിസം എന്ന പേരിൽ ഒരുപാട് ആളുകൾ കാണാൻ വരുന്നത് കൊണ്ട് ഇപ്പോഴത്തെ ഒരുപാട് റെസ്ക്യൂ സർവീസൊക്കെ ബ്ലോക്ക് ആവുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ സ്കൂട്ടർ ഇപ്പോൾ ഏകദേശം 900 കണ്ടി എത്തി. 900 കണ്ടി കള്ളാടി എത്തുന്ന ആ കള്ളാടി പാലാണ്. ഒരുപാട് വർഷം മുമ്പ് ഈ കള്ളാടി പാലം തകർന്ന് ഇവിടെ ഒരു വലിയൊരു ആക്സിഡൻറ്റ് ഉണ്ടായതാണ്. അതെനിക്കറിയാം, ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ കാണുന്ന ടോപ്പിലേക്കാണ് 900 കണ്ടി എന്ന് പറയുന്നത്. ഒരു 200 നിയറസ്റ്റ് ജീപ്പുകളാണ് അങ്ങോട്ടേക്ക് ഡെയിലി സർവീസ് നടത്തിക്കൊണ്ടിരുന്നത്. ഈ അടച്ചു വെച്ചിരിക്കുന്ന ഈ കടകളൊക്കെ ഉണ്ടല്ലോ, വളരെ ലൈവായിട്ട് ഒരുപാട് ആളുകൾക്ക് ഉപജീവനം തന്നിരുന്ന ഒരു കടകളാണ്. ഇപ്പോൾ ഒക്കെ അടഞ്ഞു കിടക്കുന്നൊരു സിറ്റുവേഷനാണ്. നമ്മളങ്ങനെ കാശ്മീരും, അതായത് പുത്തുമല നിയറസ്റ്റ് എത്തി. ഒരു 5 വർഷം മുമ്പ് ഉരുൾപൊട്ടിയ മേഖലയാണ് പുത്തുമല. അവിടെയുള്ള ബോർഡുകളൊക്കെ നശിച്ച് ജീർണിച്ച ഒരവസ്ഥയിലാണ്. കാരണം ഈ കഴിഞ്ഞ 15 ദിവസം അത്രയും വലിയൊരു ഡിസാസ്റ്ററാണ് ഇവിടെ സംഭവിച്ചത്. വളരെ മനോഹരമായ ഒരു ഗ്രാമമായിരുന്നു കാശ്മീർ. പുത്തുമല ഉരുൾപൊട്ടലോടുകൂടി അവിടെ ആൾതാമസം എന്ന് പറയുന്നത് വളരെ കുറഞ്ഞു പോയി. അധികം ആരും അവിടെ ഇല്ല. ഗവൺമെൻറ് പെർമിഷൻ കൊടുക്കുന്നില്ല താമസിക്കാൻ.
എങ്കിൽ പോലും ആളുകൾ അവിടെ താമസിക്കുന്നുണ്ട്. അത് കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ ആ വിഷ്വൽസ് നമുക്ക് കാണാം. ആ കാശ്മീരത്തിൽ നിന്നും, ആ കാശ്മീരം എന്ന് പറയുന്ന ആ ഒരു ഗ്രാമത്തിൽ നിന്ന് ഒന്ന് ക്യാമറ ഒന്ന് റൗണ്ട് ചെയ്താൽ കാണുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ ആണിത്. ആ ഒരു കുന്നിൻ്റെ അപ്പുറത്താണ് പുത്തുമല ഉരുൾപൊട്ടിയത്. അന്ന് ഉരുൾപൊട്ടിയ സമയത്ത് ബാധിക്കപ്പെട്ട കുറേ വീടുകളുടെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ വീടൊക്കെ മണ്ണ് കയറി അത് വാസയോഗ്യമല്ലാതായി കിടക്കുന്ന ഒരു വീടുകളാണ്. ഏതൊരു വാഹനം വരുന്നുണ്ട്, അത് ഓണടിച്ചുകൊണ്ടാണ് നമ്മൾ നിർത്തിയത്. ചൂരൽമല രക്ഷാദൗത്യം കഴിഞ്ഞ് മടങ്ങുന്ന കർണാടകയുടെ ഒരു ലോറിയാണ്. അതിനകത്തൊരു വലിയ ഒരു ഹിറ്റാച്ചിയാണ്, വളരെ ജെയിൻ്റ് ആയിട്ടുള്ള ഒരു ഹിറ്റാച്ചി. അതാണ് കടന്നു വരുന്നത്. അത് പോയിട്ട് നമുക്ക് നമ്മുടെ സ്കൂട്ടർ എടുക്കാം. ഇതുപോലുള്ള ഒരുപാട് ഹിറ്റാച്ചിയും ഒരുപാട് മിഷനറീസും അഹോരാത്രം പണിയെടുത്തിട്ടാട്ടോ ഇത്രയും ആളുകളെയെങ്കിലും നമുക്ക് റിക്കവർ ചെയ്യാൻ സാധിച്ചത്. എന്നാൽ പോലും 600-ലധികം ആളുകൾ മണ്ണിനടിയിലുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ഇതാണ് പുത്തുമല ഉരുൾപൊട്ടിയ ആ ഒരു സ്ഥലം. 5 വർഷത്തിന് ശേഷം അതിൻ്റെ ഒരു വ്യൂ ഇങ്ങനെയാണ്. മഞ്ഞ് കയറി കിടക്കുന്നത് കൊണ്ട് ആ മല പൊട്ടി വന്ന ഭാഗം എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ ആ ഒരു ചാല് പോലെ കാണുന്നില്ല, സെൻട്രൽ പാർട്ട്, അതിലൂടെയാണ് ഒഴുകി വന്നത്. അതിപ്പം പച്ചപ്പായി, നേരത്തെയൊക്കെ ഇങ്ങനെ റെഡായിട്ട് കിടക്കുകയായിരുന്നു. ഇന്നിപ്പം ആളുകൾ ചൂരൽമല മുണ്ടക്കായ ദുരന്തം വന്നപ്പോൾ ഇതൊക്കെ മറന്നു. ബസ് സർവീസ് പതിവ് പോലെ സ്റ്റാർട്ട് ചെയ്തു, എങ്കിൽ പോലും മുണ്ടക്കായിലേക്കില്ല. ചൂരൽമലയോടുകൂടി ആ ബസ് സർവീസ് അവസാനിക്കുകയാണ്. വളരെ ഭയം ജനിപ്പിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ക്യൂരിയോസിറ്റിയിൽ എന്താണ് ആളുകളുടെ ഭാവമെന്ന് എനിക്കറിയില്ല. ബസ്സിലെ ആളുകളുടെ ഒരു ഫേസൊക്കെ കാണുമ്പം വളരെ ദയനീയമാണ്. എനിക്ക് തോന്നുന്നു അതിലെ പല ആളുകളും ഉരുൾപൊട്ടലിന് ശേഷം ഇപ്പോഴായിരിക്കാം ചൂരൽമലയിലേക്ക് പോകുന്നത്. പുത്തുമല അതാ ആ കാണുന്നില്ലേ, ആ ഒരു ഏരിയയിലൂടെയാണ് അന്ന് ഉരുൾപൊട്ടി മണ്ണും കല്ലും ഒക്കെ ഒലിച്ചു വന്നത്. എന്നിട്ട് ആ വഴിയിലങ്ങ് പോയി ചാലിയാറിലേക്ക് അങ്ങ് ചേർന്നു. അത്ര ഫോഴ്സ്ഫുള്ളാണ് അന്ന് വന്നത്. അതിൻ്റെ എത്രയോ ഇരട്ടി ഇമ്പാക്റ്റാണ് ഇപ്രാവശ്യം മുണ്ടക്കായി ഉണ്ടായ ആ ഒരു ഉരുൾപൊട്ടൽ. ആ കാണുന്നതൊക്കെ സ്റ്റാഫ് ക്വാർട്ടേഴ്സ് ആട്ടോ. മുൻപ് ഇവിടെ 4ഉം 5ഉം റോ ആയിട്ട് പാടികൾ എന്ന് വെച്ചാൽ എസ്റ്റേറ്റിലെ തൊഴിലാളികൾ താമസിക്കുന്ന ചെറിയ ക്വാർട്ടേഴ്സ് അത് ഒരുപാടുണ്ടായിരുന്നു. അതൊക്കെ മണ്ണിലടിയിലാണ്, ഒരുപാടെണ്ണം തകർന്നു പോയി. ഇത് സ്റ്റാഫിൻ്റെ ക്ലബ്ബാണ്, അവർക്ക് അവരുടെ ആക്ടിവിറ്റീസിന് വേണ്ടിയുള്ളത്. അങ്ങ് ടോപ്പിലായിട്ട് ഒരു ക്വാർട്ടേഴ്സ് കാണാം. അത് സ്റ്റാഫിനുള്ള, ഇവിടുത്തെ പണിയെടുക്കുന്ന സ്റ്റാഫിനുള്ള ക്വാർട്ടേഴ്സാണ്. താമസയോഗ്യമല്ല എന്ന് പറഞ്ഞിട്ട് പോലും കണ്ടോ, ആ ഏരിയയിലാണ് മണ്ണ് പൊട്ടി വന്നത്. ഇനിയും പൊട്ടാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ഖാഡ്ഗിൽ റിപ്പോർട്ടൊക്കെ പറഞ്ഞില്ലേ, ആ ഒരു ഏരിയ മണ്ണങ്ങനെ ഒലിച്ചു പോവുക ചെയ്ത് ആ ഭാഗത്തേക്ക്. അത്രയും ഫോഴ്സ്ഫുള്ളായിട്ട് ചാലിയാറിൽ ചെന്നു. ആ ഒരു ബിൽഡിംഗ് ഉണ്ടല്ലോ, ഇത്രയൊക്കെ ദുരന്തം നടന്നിട്ടും ഇപ്പോഴും ആ ക്വാർട്ടേഴ്സിൽ ആളുകൾ താമസിക്കുന്നുണ്ട്. നോക്കിക്കേ, ഞാനൊന്ന് സൂം ചെയ്ത് കാണിക്കാം. വളരെ പാവപ്പെട്ട മനുഷ്യരൊന്നും പറയാതെ താമസിക്കുക. കാരണം അവരെങ്ങോട്ട് പോകാനാണ്? ഇവിടുത്തെ നമ്മുടെ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, ഇവരെ ഒന്ന് മാറ്റി പാർപ്പിക്കാനോ, ഇവർക്കൊരു ഇതിൻ്റെ ഒരു വിപത്തിൻ്റെ ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ മനസ്സിലാക്കി കൊടുക്കാനോ ഒന്നും ശ്രമിക്കുന്നില്ല. നമ്മൾ പല കാര്യങ്ങൾ കണ്ണടച്ചു വിടുകയാണ്. എന്തെങ്കിലുമൊക്കെ പറ്റി ആൾനാശം ഉണ്ടാകുമ്പോഴാണ് പല ആളുകളും അതിനെപ്പറ്റി ചിന്തിക്കുന്നത്. ഇപ്പോഴും ഞാൻ പറയാം, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. നമ്മൾ എന്തെങ്കിലും വന്നിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല, അതിനു മുമ്പ് നമ്മൾ അതിനുള്ള പ്രതിവിധി എടുക്കണം. ഇപ്പോഴും 4-5 ആളുകൾ ഈ മണ്ണിനടിയിൽ ഉറങ്ങുന്നുണ്ട്. അതുമാത്രമല്ല, ആ ക്വാർട്ടേഴ്സിൻ്റെ താഴെ വേറെയും കുറച്ച് വീടുകളുണ്ട്. ആ വീടുകളിലൊന്നും താമസിക്കാൻ പാടില്ല എന്ന് ഗവൺമെൻറ് ഉത്തരവിറക്കിയതാണ്. എന്നാൽ പോലും കണ്ടോ, ആ വീട് നമ്മൾ അവിടെ നിന്ന് കണ്ട ആ ഒരു മേൽക്കൂര, അതിപ്പോൾ മേൽക്കൂര മാത്രമേ ഉള്ളൂ കേട്ടോ, ബാക്കിയൊക്കെ മണ്ണിനടിയിലായി. അതിൻ്റെ ഇപ്പുറത്തുള്ള വീടുകളിലൊക്കെ ആൾതാമസമുണ്ട്. ആ ഷെഡിലൊക്കെ എനിക്ക് തോന്നുന്നു അത് ലൈവാണ്, അവിടെ ആളുകളുണ്ട്. എന്തൊരു കഷ്ടമല്ലേ, നമ്മുടെ ആളുകൾ ഇതൊന്നും മനസ്സിലാക്കുന്നില്ലല്ലോ, ഇത്രയൊക്കെ കണ്ടിട്ടും. അതിനകത്ത് വേറൊരു കാര്യമുണ്ട്, മനസ്സിലാക്കിയാലും ഇവരെവിടെ പോകാനാണ്, എവിടെ പോയി ജീവിക്കാനാണ്? അതൊരു വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്. എന്ത് ഭംഗിയുള്ള ഗ്രാമമായിരുന്നു എന്നറിയോ പുത്തുമല.
ഒരുപാട് ആളുകൾ, ഒരുപാട് ക്ലബ്ബ്, ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്ന ഒരു ഏരിയ ആയിരുന്നു പുത്തുമല. ഈ പുത്തുമല കഴിഞ്ഞ് 2 കിലോമീറ്ററാണ് ചൂരൽമലയ്ക്കുള്ളത്. ആ ഒരു ഡിസാസ്റ്റർ ഏരിയ കഴിഞ്ഞ് മുകളിലേക്ക് വരുമ്പോഴാണ് ലോങ്ങസ്റ്റ് സിപ്പ് ലൈൻ എന്ന് പറഞ്ഞ ഒരു സംഭവം ഉള്ളത്. അത് കഴിഞ്ഞങ്ങ് വന്നാൽ ഇതേ വാഹനങ്ങളിലൊക്കെ ഓട്ടോറിക്ഷ കൊണ്ടുപോകുന്ന ഇതിനകത്തുനിന്ന് കൊണ്ടുപോകുന്ന ചെളിക്കകത്ത് നിന്ന് എടുത്ത് കൊണ്ടുപോകുന്ന ഓട്ടോറിക്ഷയാണ്. ഇങ്ങോട്ടേക്ക് വരുന്ന റോഡ്സ് ഉണ്ടല്ലോ, അത് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുക. എത്രയോ വർഷങ്ങളായി ചൂരമലക്കാരുടെ ഒരു ആവശ്യമായിരുന്നെന്നറിയാം റോഡ്. ഈ ഒരു ഡിസാസ്റ്റർ നടന്നപ്പം ഹെവി വെഹിക്കിൾസ് ഇങ്ങോട്ട് എത്തിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. ഇതൊക്കെ സ്ഥലം ഏറ്റെടുത്ത് എത്രയോ പെട്ടെന്ന് നടത്തേണ്ടതാണ്. ഫണ്ടൊക്കെ പാസ്സായി കിടക്കുന്ന, എന്തുകൊണ്ടാണ് അവർ ചെയ്യാത്തതെന്ന് എനിക്കറിയില്ല. ഞാനിതാ നീലിക്കാപ്പ് കഴിഞ്ഞ് ചൂരൽമല എത്തി. ഓൾമോസ്റ്റ് ഹെവി ആയിട്ടുള്ള ഹിറ്റാച്ചിയൊക്കെ തെരച്ചിൽ കഴിഞ്ഞ് പോവുകയാണ്. ഇത് മാത്രമല്ല കേട്ടോ, ഒരുപാട് മിഷനറീസ് വന്നിട്ടുണ്ട്. ഇതിൽ പലതും ഇപ്പം തിരിച്ച് പോകുന്നൊരു ടൈമാണ്. കാരണം ഓൾമോസ്റ്റ് തെരച്ചിൽ കാര്യങ്ങളൊക്കെ അവസാനിച്ചു. എന്നാൽ പോലും മറ്റു സ്റ്റേറ്റുകളിൽ നിന്നും വന്ന ഇത്തരം ഹിറ്റാച്ചികളാണ് പറഞ്ഞു വിടുന്നത്. ബാക്കിയൊക്കെ തെരച്ചിലിന് ഇപ്പോഴും ബാക്കപ്പ് ചെയ്യുന്നുണ്ട്. ഒരു ഹെവി ആയിട്ടുള്ള മിഷനറി ആട്ടോ, റോഡ് നിറഞ്ഞു പോകുന്ന ആ ഒരു കാഴ്ച. കാരണം ഈ ഒരു മിഷനറി പോലും ഒന്നും അല്ലാത്ത അവസ്ഥയായിരുന്നു ആ ഒരു സിറ്റുവേഷനിൽ. നമ്മളിപ്പോൾ കാണുന്ന ഈ കാഴ്ചയുണ്ടല്ലോ, ഇതാണ് നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ, അതായത് മാങ്കുണ്ടും ചൂരൽമലയും എന്ന് കാണിക്കുന്ന വീഡിയോയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, ആ കാഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ അന്നത്തെ ഒരു രൂപം ഞാൻ കൊടുത്തിട്ടുണ്ട്, ഒന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. അന്ന് ചൂരൽമലയുടെ വീഡിയോ എടുത്ത ആ സെയിം സ്പോട്ടിൽ നിന്നിട്ടാണ് ഇന്ന് ഞാൻ എൻ്റെ ക്യാമറ ഓപ്പൺ ആക്കിയിരിക്കുന്നത്. അന്ന് ശരിക്കും പറഞ്ഞാൽ മരങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ചൂരൽമലയുടെ ആ ബിൽഡിങ്സോ അല്ലെങ്കിൽ ആ താഴെ ആ റെഡ് കളറിൽ കാണുന്നില്ലേ ആ ഭാഗങ്ങളോ, അത് പുഴയാട്ടോ മാങ്കുണ്ട്, അതൊന്നും കാണാൻ സാധിക്കില്ലായിരുന്നു. ഇന്ന് അങ്ങനെയല്ല, അതൊക്കെ നികന്നു. അത് എടുത്തു പറയുകയാണെങ്കിൽ ഒരു 2 നില ബിൽഡിങ്ങിൻ്റെ ഹൈറ്റിൽ മണ്ണ് വന്ന് പാറകളും അവിടെ നിന്ന് ഒലിച്ചു വന്ന മരങ്ങളൊക്കെ ആയിട്ട് അത് നികന്ന് അവിടെയുള്ള വീടുകളും അവിടെയുള്ള മരങ്ങളൊക്കെ നശിപ്പിക്കപ്പെട്ട് ഈ ഹൈറ്റിൽ അതേ സ്പോട്ടിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഭാഗമൊക്കെ ഭയങ്കര വിസിബിളായി. അതിനർത്ഥം എന്തോരം നാശനഷ്ടങ്ങളാണ് ഈ ഒരു പ്രളയം ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ ഈ പ്രളയത്തിൻ്റെ ഭീകരാവസ്ഥ എന്തായിരുന്നു എന്ന് ഈ ഒരു വിഷ്വൽ നിങ്ങൾ പഴയ വീഡിയോയുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവും. എത്ര ആളുകളാണെന്നറിയോ ഈ ഭാഗത്ത് മരിച്ച് ആ മണ്ണിനടിയിൽ പെട്ട് കിടക്കുന്നത്. ആ സൂം ചെയ്ത് കാണിക്കുന്നില്ലേ, അതൊരു വീടിൻ്റെ, ഒരു ഫസ്റ്റ് ഫ്ലോർ വീടിൻ്റെ മുകളിൽ നമ്മളെ ഒരു ഷെഡ് കെട്ടുമല്ലോ, നമ്മുടെ തുണികളൊക്കെ ആറിയിടാൻ പാകത്തിനൊക്കെ, അങ്ങനെ കെട്ടിയിരിക്കുന്ന ഒരു ഷെഡ് മാത്രമാണ്. ആ ഷെഡിൻ്റെ താഴെ വീടുണ്ട്. ഈ വീട്ടിലായിരുന്നു നമ്മുടെ റിലേറ്റീവാണ് സുദർശൻ ലെനിൻ എന്ന് പറയും, അവർ മരണപ്പെട്ടത്. അതിൽ ലെനിൻ എന്ന് പറയുന്ന മകൻ്റെ മൃതദേഹം ആ വീട്ടിനകത്ത് നിന്ന് തന്നെ കിട്ടി. സുദർശേട്ടൻ്റെ മൃതദേഹം വേറെ ചാലിയാർ പുഴയിൽ നിന്നാണ് കിട്ടിയത് എന്ന് പറയപ്പെടുന്നു, അതും 4-5 ദിവസം കഴിഞ്ഞതിന് ശേഷം. എന്തൊരു ഭീകരമായ അവസ്ഥയാണ്. നമ്മുടെ കസിനാണ്, അതാണ് അതിലും ഏറ്റവും വലിയൊരു സങ്കടം. അന്ന് നമ്മൾ മാങ്കുണ്ടിലേക്ക് ഇറങ്ങിപ്പോയ ആ വഴിയാണിത്. സെയിം റൂട്ടിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇന്ന് ആ വഴിയുടെ അവസ്ഥ ഇതാണ്. ആ സൈഡിലുള്ള വീട് അതേപോലെയുണ്ട്, പക്ഷെ അതിൻ്റെ താഴെയായിട്ട് 2, 3, 4 തട്ടായിട്ട് മറ്റു വീടുകളുണ്ടായിരുന്നു, അതൊക്കെ മുങ്ങിപ്പോയി. ഒന്നിറങ്ങി കിടകിച്ചു. ആ സമയത്ത് നമ്മൾ കണ്ട ആ വീടാണ് ഈ കാണുന്നത്. ഇപ്പോഴത്തെ ഒരവസ്ഥ നിങ്ങൾ നോക്കി നോക്ക്. മൈ ഗുഡ്നസ്, ഇത് കണ്ടോ, ഇവിടെയൊക്കെ ഒരു ഏകദേശം ഇവിടെ ഒരു വീട്, അതിൻ്റെ താഴത്തൊരു വീട്, അതിൻ്റെ ഒരു താഴത്തൊരു വീട്, അങ്ങനെ ഉണ്ടായിരുന്നതാണ്. പിന്നെ ഇത് ഒരുപാട് താന്നിട്ട് ഒരു ലെവലിലുണ്ടായിരുന്ന സാധനമായിരുന്നു മാങ്കുണ്ട്. ഇന്നിതാ ഒരേ ലെവലിലായി ഇങ്ങനെ. ഈ വീട്ടുകാരൊക്കെ ജസ്റ്റ് ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടതെന്ന് പറയാൻ പറ്റും. കാരണം ഈ വീട്ടിലേക്കൊക്കെ കല്ലും മണ്ണും ഒക്കെ അടിച്ചു കയറിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, സിറ്റുവേഷൻ ആലോചിച്ച് നോക്കിക്കേ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഞാൻ അന്ന് നിങ്ങൾക്ക് ഒരു മരത്തടിയുടെ കാര്യം കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ ചിത്രീകരിച്ചിരുന്നു. ഇതാ ആ കാണുന്ന ഭാഗത്ത് ഇരുന്നിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഈ ഭാഗത്തേക്കാണ് ആ വീഡിയോ ചിത്രീകരിച്ചത്. അവിടുത്തെ അവസ്ഥ അത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലപ്പുറം കേട്ടോ. കാരണം
ഇതാ ഈ വഴിയുണ്ടല്ലോ, ഇതിലേക്കൂടെ ഒരു വഴിയുണ്ടായിരുന്നു. നമ്മൾ ഇറങ്ങി വന്ന് ഈ വഴിയിലൂടെ നടന്ന് ആ പൊളിഞ്ഞു കിടക്കുന്ന ആ വീടില്ലേ, അവിടെയാണ് 2 പേര് മരിച്ചത്. ആ വീടിൻ്റെ താഴെ കൂടെ പോയി ഇതാ ഇങ്ങനെ നടന്ന് ആ പോയിന്റിൽ ഇരുന്നിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ആ വീഡിയോ ചിത്രീകരിച്ചത്. അന്നുണ്ടായിരുന്ന മരത്തടി ഇതാ ഈ ഭാഗത്തായിട്ടാണ് ഉണ്ടായിരുന്നത്. അന്ന് ഞാൻ പറയുകയും ചെയ്തു, കാരണം ഇത് ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ടാണ് പോകുന്നത്. അത് പിന്നീട് നല്ല വെള്ളപ്പാച്ചിലോ മലവെള്ളപ്പാച്ചിലോ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ആ വഴി സ്വയം തിരഞ്ഞെടുത്തുകൊണ്ട് അത് മുന്നോട്ട് പോകുമെന്ന് ഞാൻ പറയുകയുണ്ടായി. അതതുപോലെ തന്നെ സംഭവിച്ചു. നോക്കൂ, അൺഫോർച്ചുനേറ്റ്ലി അത് അങ്ങനെ തന്നെ സംഭവിച്ചു. എന്തൊരു ദുഃഖകരമായ കാഴ്ചയാണ് ദൈവമേ. മുണ്ടക്കായിൽ നിന്നും ഉരുൾ പൊട്ടിയതാ അവിടെ നിന്നാണ് വെള്ളം ഒലിച്ചു വന്നത്. ഇതിൻ്റെ പുറകിലാണ് ശിവക്ഷേത്രം ഉണ്ടായിരുന്നത്. ഈ ഭാഗത്തുള്ള വീടുകളൊക്കെ അടിച്ച് തകർത്തുകൊണ്ട് വന്ന് ഈ കാണുന്നത് ചൂരൽമല ടൗണാണ്. ഇതൊന്നും നമുക്ക് വിസിബിൾ അല്ലായിരുന്നു. ഈ ഒരു ലെയർ, ഈ വീടിൻ്റെ മോൾഭാഗം കാണുന്നില്ലേ, ആ ഒരു ലെയർ ഇങ്ങനെ കിടക്കുന്നതാണ് ചൂരൽമല ടൗണ്. അതൊക്കെ അടിച്ച് തകർത്തതാ ഇങ്ങനെയായി ഇവിടുത്തെ സിറ്റുവേഷൻ. ആ വീടിൻ്റെയൊക്കെ ഒരു അവസ്ഥ നോക്കി. പുതിയ ബിൽഡിംഗ് ആട്ടോ. ഓ ഗോഡ്. ഞാൻ നേരത്തെ പറഞ്ഞ മരത്തടി ഉണ്ടായിരുന്ന സ്ഥലമാണിത്. ഇങ്ങോട്ടൊന്നും ഇറങ്ങാൻ പറ്റില്ല, കാരണം ഇത് താന്നു പോവും. ഈ കണ്ടോ, ഇങ്ങനെ വളഞ്ഞിട്ടായിരുന്നു വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നത് അങ്ങോട്ടേക്ക്. അതിപ്പം ഒരേ ലെവലിൽ ഞാനന്ന് പറഞ്ഞ പോലെ ഒഴുകാൻ തുടങ്ങി. 1-2 മരങ്ങൾ മാത്രമേ ഇവിടെ ബാക്കിയുള്ളൂ. ഈ മരങ്ങളൊക്കെ പണ്ടത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. കുഴിഞ്ഞു പോകുന്നുണ്ടല്ലോ കിച്ചു. മൈ ഗുഡ്നസ്, സിറ്റുവേഷൻ നോക്കിയാൽ എത്ര പത്തറ്റിക് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. ചൂരൽമല ടൗണിൻ്റെ ഒരു അവസ്ഥയാണ് നമ്മൾ ഈ കാണുന്നത്. ഞാൻ പറഞ്ഞില്ലേ, സുദർശേട്ടനും ലെനിനും ഇതൊരു സിംഗിൾ ഫ്ലോർ ഹൗസാണ്. അതിൻ്റെ മുകളിൽ ഉണ്ടായിരുന്ന ഷെഡാണ് ഈ കാണുന്നത്. ഈ ഷെഡിനകത്താണ് അദ്ദേഹം കയറി എന്നത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അദ്ദേഹം മോനും അത് അങ്ങനെ പുഴയെടുത്ത് കൊണ്ടുപോയി അവരെ. നമ്മുടെ റിലേറ്റീവായിരുന്നു. എന്തൊരു ഭയാനകമായ സിറ്റുവേഷനാണിപ്പം. നോക്ക്, ഓരോ വീടിൻ്റെ ഇഷ്ടികയും ആ വീട്ടിലെ സാധനങ്ങളും ആരൊക്കെയോ ഉപയോഗിച്ചിരുന്ന സാരിയും ഒക്കെയാണ് ഈ പുറത്തിങ്ങനെ കാണുന്നത്. മൈ ഗുഡ്നസ്, നമുക്ക് കണ്ടാൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ. ഒരു നാട്, ഒരു ഗ്രാമം ഒന്നുമല്ലാണ്ടായി പോകുന്നൊരവസ്ഥയാണ് നമ്മൾ ഈ കണ്ടിരിക്കുന്നത്. NDRF അങ്ങ് ദൂരത്തായിട്ട് തെരച്ചിലുണ്ട്. ഞാൻ അന്ന് നിന്ന ആ സ്പോട്ടെന്ന് പറയുന്നത് ഞാൻ നേരത്തെ കാണിച്ചില്ലേ, അതാണ് അന്ന് നിന്ന സ്പോട്ട്. അങ്ങോട്ടേക്ക് ഇപ്പോൾ പോകാൻ സാധിക്കില്ല. പിന്നെ ഒരു ചേട്ടൻ അങ്ങ് ദൂരെ കണ്ടോ, അദ്ദേഹം ചൂരൽമല ടൗണിലേക്ക് കയറാൻ നോക്കുന്നത്. പക്ഷേ അവിടെ ചാല് കയറി വെള്ളം ഇങ്ങോട്ടേക്ക് തിരിച്ചു വിട്ടേക്കാണ്. ആ കാണുന്നൊരു വീടാട്ടോ. ആ വീടൊക്കെ മുങ്ങി നിന്നായിരുന്നു. അതിപ്പം JCBക്ക് തോണ്ടി അകത്തൊക്കെ പരിശോധിക്കാൻ വേണ്ടിയിട്ടേ അത് കുറച്ചൊക്കെ ക്ലിയർ ആക്കിയിട്ടുണ്ട്. ബാക്കി വരുന്ന വീടുകളാണ് ഈ കാണുന്നത്. ഇനി ഇവിടെയൊന്നും വാസയോഗ്യമല്ല. കാരണം ഇനിയൊരു ഉരുൾപൊട്ടൽ തീർച്ചയായിട്ടും ഉണ്ടാവും, അതിനകത്ത് യാതൊരുവിധ ഡൗട്ടും വേണ്ട. അന്ന് നമ്മൾ മുണ്ടക്കായി എടുത്തപ്പോൾ ബാക്കി നിന്ന ആ തൂങ്ങി നിന്ന മലയുടെ താഴ്ഭാഗമാണ്, മോൾഭാഗമാണ് പൊട്ടി വന്നത്. അതിൻ്റെ 3/4 ഭാഗത്തോളം ഇനിയും തൂങ്ങി നിൽക്കുകയാണ്. അതെങ്ങാനും വന്നു കഴിഞ്ഞാൽ ഈ പ്രദേശം എന്ന് പറയുന്നത് ഒരു മരുഭൂമി എങ്ങനെ ഉണ്ടാകും, ഒരേ ലെവലിൽ, അതേ ലെവലിലായി പോവും. ഇതൊക്കെ പുഴയിൽ നിന്നും അറൗണ്ട് 3-4 ഫ്ലോർ ഹൈറ്റിൽ നിൽക്കുന്ന വീടുകളായിരുന്നു. ആ വീടുകളുടെ ഒരു അവസ്ഥയാണ് ഈ കാണുന്നത്. ഇപ്പോൾ ആ പുഴയും വീടുകളും തമ്മിൽ വലിയ ദൂരമില്ല, ഒരേ ലെവലിലാണ് നിൽക്കുന്നത്. അതിനർത്ഥം ഇവിടെ സേഫ് അല്ല എന്ന് തന്നെയാണ്. ഞാൻ പിന്നെയും പറയാണ് സേഫ് അല്ല എന്ന്. ഞാനൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. അങ്ങ് ദൂരെ, അത് ഇപ്പം ക്ലൗഡൊക്കെ കയറി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. എങ്കിൽ പോലും ഒരു നിഴൽ പോലെ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കും. അതാണ് സഹ്യനിരകൾ, അതായത് വെസ്റ്റേൺ ഘാട്ട്സ് എന്ന് പറയുന്നത്. അതിൻ്റെ മുണ്ടക്കായ് ഭാഗത്തുള്ള ആ വലിയ മലയല്ല, അതിൻ്റെ താഴെയുള്ള ഒരു ചെറിയ മലയുടെ ഒരു ചെറിയ ഭാഗമാണ് പൊട്ടി വന്നപ്പം ഇത്രയും നാശനഷ്ടം ഉണ്ടായത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്തായിരിക്കും ഒരു മലയുടെ 3/4 ഭാഗമോ 1/4 ഭാഗമോ പൊട്ടി വന്നാൽ സംഭവിക്കുകയെന്ന്. ഒരു ഗ്രാമം മൊത്തം ഇല്ലാതെയായ ഒരു സിറ്റുവേഷനാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഞാൻ ആ വീഡിയോയിൽ കാണിച്ച മാങ്കുണ്ട് എന്ന് പറഞ്ഞ സ്ഥലം. ആ ബിൽഡിംഗ് ഒക്കെ കാണുന്നതാണ് ചൂരൽമല. എനിക്ക് ഇത് കണ്ടിട്ട് നമുക്ക് പല സ്ഥലങ്ങളും മനസ്സിലാക്കിയെടുക്കാൻ
സാധിക്കാത്ത ലെവലിലാണ് ഈ ഒരു സിറ്റുവേഷൻ ഇരിക്കുന്നത്. അന്ന് കാണിച്ച മരം അത് എങ്ങോട്ട് ഒഴുകി പോയിട്ടുണ്ട്. കിച്ചൊന്ന് വരാമോ അങ്ങോട്ട്? നോക്കി വരണേ, അവിടെ കാല് താഴണ്ട. മൈ ഗുഡ്നസ്. പിന്നെ ഞാൻ ഒന്നുകൂടെ നിങ്ങളുടെ അറിവിലേക്ക് പറയുകയാണ്. അത് ആ കാണുന്നത് അതാണ് ചൂരൽമല ടൗൺ എന്ന് പറയുന്നത്. ആ ഒരു JCBയുടെ കൈ കണ്ടോ മഞ്ഞ കളറിൽ, അതിന് പാരലായിട്ട് അങ്ങോട്ട് പോകുന്നതാണ് ചൂരൽമല ടൗണ്. ഈ ഭാഗമാണ് മാങ്കുണ്ട്. അന്നൊരു ചെറിയൊരു പുഴയായിരുന്നു. ആ പുഴയാണ് ഇന്നിപ്പം ഈ മരുഭൂമി പോലെ കിടക്കുന്നത്. നമ്മൾ വേറെ ഹിമാചലിലൊക്കെ കണ്ടിട്ടുള്ളൂ ഇതുപോലൊരു ഡിസാസ്റ്റർ. ഇത് ശരിക്കും നമ്മുടെ കൺമുമ്പിൽ കാണുക, അല്ലെങ്കിൽ സ്വന്തം നാട്ടുകാർ സ്വന്തം നാട്ടിൽ ജനിച്ച് വളർന്ന നാട്ടിൽ കാണുക എന്ന് പറയുന്നത് റിയലി ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു സംഭവം കേട്ടോ. അവിടെ നിന്നെടുത്ത വീഡിയോ ഞാൻ ഒന്നുകൂടെ ഇതിനകത്ത് ചെറുതായിട്ട് പ്ലേ ചെയ്യുന്നുണ്ട്. നിങ്ങൾ നോക്കി നോക്കൂ ഒരു കമ്പാരിസന് വേണ്ടിയിട്ട്. അന്ന് ഈ വീടൊക്കെ ഹൈറ്റിലായിരുന്നു. ഇവിടെയായിരുന്നു ആ മരക്കഷ്ണം ഉണ്ടായിരുന്നത്. ഇതാ അവിടെ കണ്ടോ, അതേപോലത്തെ ഒരുപാട് മരക്കഷ്ണങ്ങൾ ഒഴുകി വന്നിട്ടുണ്ട്. അന്ന് ഈ വലിയ മരം നിൽക്കുന്ന ഭാഗത്തൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇടതൂർന്ന ചെടികളും ഒക്കെ ആയിട്ട് ഹൈഡായി കിടക്കുമായിരുന്നു. നമുക്ക് അപ്പുറം ഭാഗമൊന്നും കാണുന്നില്ലായിരുന്നു. പക്ഷേ ഈ ഉരുൾപൊട്ടലിൽ അവിടെയാണ് ശിവക്ഷേത്രം ഉണ്ടായിരുന്നത്. അതൊക്കെ അടിച്ചു പോയി ആ മരത്തിൻ്റെ പകുതിയോളം വെള്ളം വന്നു. അതുകൊണ്ടോ ആ ഭാഗം അടക്കം വെള്ളം കയറി അടിച്ച് നേരെ മുണ്ടക്കായി പോയി. അവിടെ നിന്ന് ഒഴുകി സൂചിപ്പാറ വഴി അത് എത്രയോ കിലോമീറ്ററുകൾ അകലെ നിലമ്പൂർ ചാലിയാർ പുഴയിൽ നിന്നൊക്കെയാണ് മൃതദേഹം കിട്ടിയത്. ഒരു 28-30 കിലോമീറ്റർ ദൂരത്തുനിന്ന്. അപ്പോൾ ചിന്തിച്ച് നോക്കൂ, ഓരോ മനുഷ്യരും എങ്ങനെയാണ് അവിടെ എത്തിയിരിക്കുക. നമുക്കൊരു ലോജിക്കിൻ്റെ അപ്പുറമാണ്. അന്നും ആ വീഡിയോയിൽ ഞാൻ പറയുണ്ടായി, പ്രകൃതിയെ നമുക്ക് ഒരിക്കലും, അല്ലെങ്കിൽ പ്രകൃതിയുടെ ആ പവറിനെ നമുക്ക് ഒരിക്കലും കുറച്ച് കാണാൻ സാധിക്കില്ല. എന്തുകൊണ്ടാണ് ജനങ്ങൾ മനസ്സിലാക്കാത്തത്? എന്തുകൊണ്ടാണ് ഇത്രയൊക്കെ ടെക്നോളജി വളർന്നിട്ടും ഇവിടുത്തെ അധികൃതർ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി ഇവരെ മറ്റൊരു സ്ഥലത്തേക്ക് സുരക്ഷിതമായി കൊണ്ടുപോകാത്തത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. ഇങ്ങനെ മഴ പെയ്യുമെന്നും ഇതുപോലെ ഉരുൾപൊട്ടുമെന്നും, കാരണം ആദ്യമായിട്ടല്ലല്ലോ, ഇതിന് മുമ്പുള്ള പല വർഷങ്ങളിലായിട്ട് ഉരുൾ പൊട്ടിയിട്ടുണ്ട്, നമ്മളതിൽ കാണിച്ചിട്ടുമുണ്ട്. എന്നിട്ട് പോലും എന്തുകൊണ്ട് ഇവർ മാറ്റി പാർപ്പിച്ചില്ല എന്നുള്ളത് ക്വസ്റ്റ്യൻ മാർക്കായിട്ട് തന്നെ ഇപ്പോഴും ഉണ്ട്. അതിനൊരു സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ ഇവർ തന്നിട്ടില്ല. ഇത്രത്തോളം സാറ്റലൈറ്റ് നമുക്കുണ്ട്, ഇത്രത്തോളം ടെക്നോളജി വളർന്നിട്ടുണ്ട്, എന്നിട്ട് പോലും ഇവർക്കത് മനസ്സിലാക്കാൻ പറ്റാണ്ടായി പോയല്ലോ. അതിൻ്റെ തലേ ദിവസം വരെ പല ചാനൽസും റിപ്പോർട്ട് ചെയ്തിരുന്നു, ഇവിടെയുള്ള ലോക്കൽ വ്ളോഗർ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നിട്ട് വൈ നമുക്ക് ഇറ്റ്സ് റിയലി അൺഫോർച്ചുനേറ്റ് എന്ന് പറയാൻ പറ്റും. നിർഭാഗ്യം എന്നല്ലാണ്ട് നമുക്കിതിനെ മറ്റൊന്നും പറഞ്ഞ് വിശേഷിപ്പിക്കാൻ പറ്റത്തില്ല. ഈ കാണുന്ന ആ ഒരു വീടുണ്ടല്ലോ, അത് നമ്മളുമായിട്ട് അത്രയും അറ്റാച്ച്ഡായ നമ്മുടെ ഒരു ഫാമിലി ഉള്ള ഒരാളുടെ വീടാണ്. അതിലെ 2 പേരിന്നില്ല. എൻ്റെ റീസെൻ്റായിട്ട് ഒരു ഫംഗ്ഷൻ വീട്ടിൽ നടന്നപ്പോൾ അവർ വന്നതേ ഉള്ളൂ, ഒരു 2-3 വീക്സ് മുമ്പ്. ഒന്നും പറയാനില്ല. കുറച്ചുകൂടെ കാഴ്ചകൾ, മാക്സിമം മഴയൊക്കെ പെയ്യുന്നുണ്ട്, അപ്പോൾ കുറച്ചുകൂടെ കാഴ്ചകൾ നമുക്ക് അപ്പുറമൊക്കെ പോയിട്ടെടുക്കാം. പഴയ വീഡിയോ നോക്കിയിട്ട് നിങ്ങളൊന്ന് ആ കമ്പാരിസൺ നോക്കിക്കോളൂ കേട്ടോ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സ്റ്റേ ട്യൂൺ.